ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഹൃത്ത് വ്ളോഗ്സിലോട്ട് സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലുള്ള പാടങ്ങളെയും പ്രകൃതിയെയും കാണിച്ചു തരലാണ്. ഈ പാടത്ത് ട്രാക്ടർ പൂട്ടുന്നുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ കുറേ പാടങ്ങളുണ്ട്. ഈ പാടങ്ങളൊന്നും പണിതിട്ടില്ല. ഇപ്പോൾ ഈ പാടമാണ് പണിയുന്നത്. ഇവിടെയൊക്കെ നല്ലോണം പാടങ്ങളുള്ളതാണ്. പിന്നെ അവിടെ കുറേ വാഴക്കൂട്ടങ്ങളുണ്ട്. പിന്നെ ഈ റോഡ് കണ്ടു. ഈ റോഡിൽ കൂടെ പോയാൽ മെയിൻ റോഡിലോട്ട് എത്താം. ഇവിടെയൊക്കെ കുറേ വീടുകൾ ഉണ്ട്. അപ്പോൾ ഇനി എൻ്റെ വീട്ടിലോട്ട് പോവാം. ഇതാണ് ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള വഴി. ഇടിഞ്ഞു പൊളിഞ്ഞ വഴിയാണ്. കുറച്ച് സൗകര്യം മാത്രമേ ഇതിലുള്ളൂ. പക്ഷെ ഇവിടുത്തെ പച്ചപ്പ് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ നല്ല തെളിഞ്ഞ നീലാകാശം. അവിടെ കുറേ പോത്തുകൾ മേയുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, എൻ്റെ വീട്ടിലോട്ട് എത്താറായി. എൻ്റെ വീടിൻ്റെ ഉള്ളൊന്നും കാണിക്കണില്ല. അതിനു മുമ്പ് എനിക്ക് ഒരു സംഭവം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. ഇതാണ് എൻ്റെ വീട്. ഇനിയുള്ളതാണ് എൻ്റെ വീട്ടിൻ്റെ തൊടികൾ. ഇതാണ് ഞങ്ങളുടെ വീട്ടിലത്തെ തൊടി എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള തൊടിയാണ്. പിന്നെ ഇവിടെ ഒരു കുളമുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നിന്ന് നോക്കിയാലും ആ പൂട്ടുന്ന ട്രാക്ടർ കാണാം. ഇനി ആ കോർണറിലോട്ട് നമുക്ക് പോവാം. ഇവിടെയും കുറേ പാടങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ പ്രകൃതി എന്ന് പറയുന്നത് വിശാലമായതും നല്ല പച്ചപ്പ് നിറഞ്ഞതുമാണ്. ഗായ്സ്, അവിടെ കുറേ പോത്തുകളൊന്നുമില്ല. ഒരു പോത്താണുള്ളത്. നിങ്ങൾക്ക് കാണാനുണ്ടായിരിക്കും. ഇനിയുള്ളതാണ് ഇവിടുത്തെ തോട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ തോട്ടിൻ്റെ അടുത്തേക്കൊന്നും പോകില്ല. ഇവിടെ നിന്ന് നോക്കിയാൽ തോടിൻ്റെ ചെറിയൊരു ഭാഗം കാണാം. നമുക്ക് നോക്കി നോക്കാം. ഇതാ ഗായ്സ്, അവിടെ ഒരു റോഡ് ഉണ്ടോ? ആ റോഡിൻ്റെ അപ്പുറത്താണ് ഈ തോട് വരണത്. പിന്നെ തോടിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു വലിയ മരമുണ്ട്. പിന്നെ ഈ തോട് നേരെ ചെന്ന് അതിയേനെയാണ് പോകുന്നത് ഈ തോട്. ഇനി ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ ഒരു കുളം കണ്ടോ? നല്ലൊരു കുളമുണ്ട് അവിടെ. പിന്നെ ഇവിടുത്തെ പാടങ്ങൾ മാത്രമാണ് പണിതിട്ടുള്ളത്. ഈ പാടങ്ങളൊക്കെ കൊയ്ത് കഴിഞ്ഞതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം.